അതെ 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 ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്റെ വക്കീലെ. അതിനു മുമ്പ് ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഓ ഗ്രീനു. നാണാവില്ലല്ലോ നിനക്ക് ഇങ്ങനെ ഒരു മുതലാളിയുടെ വാലായിട്ട് നടക്കാൻ? മേലനങ്ങി വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? കൂലിപ്പണിക്ക് പോവോ ഇതിലും ഭേദം. ജോയേട്ടന് അങ്ങനല്ല എന്നെ കാണണേ. പുണ്യാളൻ അഗർബദീസിന്റെ ഓപ്പറേഷൻസ് മാനേജർ. കൊപ്രയാണ്. ഏ, ആനപ്പിണ്ടം പെറുക്കുക, ഇങ്ങനെ ഓരോരുത്തരുടെ കാല് പിടിച്ച് നടക്കുക, ഇതൊക്കെയല്ലേ നിന്റെ ഓപ്പറേഷൻ? ഞങ്ങളെ അങ്ങനെ പുച്ഛിക്കണ്ട. ദേ ഞങ്ങൾക്കൊരു നല്ല കാലം വരും. എനിക്ക് തോന്നണില്ലേ. ഈ ഒരു തവണ കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട വക്കീലെ. കംപ്ലീറ്റ് ആ കാശ് ഇടുമ്പോ സെറ്റിൽ ചെയ്യാലോ. ഞങ്ങൾ എവിടെയും പോണില്ലല്ലോ, ഇവിടെ തന്നെ ഇല്ലേ? അതന്നെയാണ് എന്റെയും പ്രശ്നം. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു നിന്റെ മുതലാളിയോട് ചെന്ന് പറഞ്ഞോളോട്ടാ. ഉറപ്പാണ്. നടക്കണ ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ അങ്ങനെ പോസിറ്റീവ് ആവന്റെ വക്കീലെ. ഗൾഫിലേക്ക് 2 വിസ റെഡിയാക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് സ്കൂട്ടായിക്കോ. ഇവിടെ എന്നിട്ട് ഗുണം പിടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നയാഗ്ര പൊളിഞ്ഞപ്പോ ഞാൻ പോയതല്ലേ. എന്തുട്ട് ലൈഫാ വക്കീലെ അവിടെ ഉള്ളേ. നമ്മടെ തൃശ്ശൂർ പൂരം, വീട്ടിൽ നിന്ന് ടൈമിലുള്ള ഫുഡ് അടി, ഇതൊക്കെയല്ലേ ഇമ്പോർട്ടന്റ്. പുണ്യാളൻ അഗർബദീസ് എന്നും പറഞ്ഞ ജോയേട്ടൻ വിളിച്ചപ്പം ഒന്നും നോക്കാണ്ട് തിരിച്ച് വണ്ടി കയറി. അതുകൊണ്ടല്ലേ സ്കൂള് തൊട്ടുള്ള കട്ട ഫ്രണ്ട്ഷിപ്പാ. അതല്ലേ വലുത്. എന്നിട്ട് ഈ ഓപ്പറേഷൻ മാനേജർക്ക് എത്ര ശമ്പളം? ശമ്പളമല്ല, പ്രോഫിറ്റ് ഷെയറിംഗ്. അതാണ് ജോയേട്ടന്റെ ലൈൻ. വക്കീലിനോട് അതന്നെയല്ലേ പറഞ്ഞേക്കണേ. എന്നിട്ടൊന്നും നടക്കണില്ലല്ലോ. ഒരു മിനിറ്റ്. ജോയേട്ടനാ, ജോയേട്ടാ. അയ്യോ, എപ്പോ? ദേ ഞാൻ ഇതാ വരുന്നു. ഓ, ജോയേട്ടന്റെ വൈഫ് അനുചേച്ചി തലയൂറ്റി ഓഫീസിൽ വീണെന്ന്. ഞാൻ ഇവിടെ ചെല്ലട്ടെ, നാളെ കോടതി കാണാം. അപ്പൊ ശരി വക്കീലെ. ഇത് നിന്റെ പുതിയ നമ്പർ ആവൂലേ? ദേവി ഇതിങ്ങനെ കണ്ണിച്ചോറിലാണ് സംസാരിക്കലിന്റെ വക്കീൽ. എന്റെ ഫോണാണ് സത്യം. അപ്പൊ ബൈ ബൈ. വിട്ടോ വിട്ടോ വിട്ടോ.